ഓതാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ഇൻഷാ അല്ലാഹ് ഇനി ഈ ആയത്തിലെ വരികൾ 6 ഭാഗങ്ങളായി തിരിച്ച് നാം ഓതും. അത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. أعوذ بالله من الشيطان الرجيم. ഓതാം. اعلموا أنما الحياة الدنيا لعب ولهو وزينة സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു ഈ ഇഹലോകത്തെക്കുറിച്ച് ഉപമിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഇഅ്ലമു, നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ഇഹലോക ജീവിതമെന്നാൽ ലഇബും വലഹുവും വസീന, അത് കളിയും വിനോദവും അലങ്കാരവുമാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ഇഹലോക ജീവിതമെന്നാൽ അത് കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുകളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് എന്ന്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ദുനിയാവിനെ കണ്ടത്, അല്ലേ? എൻ്റെ മകൻ, എൻ്റെ മക്കൾ ഇന്ന ലെവലിലാണ്, ഇന്നതിന് പഠിക്കുന്നു, എൻ്റെ ഈ നാട്ടിലെ അഥവാ ഈ കുശാൽ നഗറിലെ ഹൃദയഭാഗത്ത് ഇന്ന് ഇത്ര സ്ഥലമുണ്ട് എന്നൊക്കെ പെരുമ നടിക്കലും പരസ്പരം പറയലുമാണ് യഥാർത്ഥത്തിൽ ഈ ഇഹലോക ജീവിതത്തെ അള്ളാഹു തുല്യപ്പെടുത്തുന്നത്. തുടർന്ന് പറയുന്നു, كمثل غيث أعجب الكفار نباته كمثل غيث أعجب الكفار نباته. അല്ലാഹു ഇഹലോക ജീവിതത്തെ ഒരു മഴയോട് ഉപമിക്കുകയാണ്. ഒരു മഴ പോലെയാണ് ഇഹലോക ജീവിതം. എങ്ങനെ? അതുമൂലമുണ്ടായ ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തുന്നു. ഒരു മഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കർഷകർ, മഴ പെയ്യുമ്പോൾ ആ ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള വിത്തുകൾ മുളച്ചു പൊന്തുമ്പോൾ ആ കർഷകർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ثم
يهيج فتراه مصفرا ثم يهيج فتراه مصفرا ثم يكون حطاما. ആ ചെടി വലുതായി ശക്തിയാർജിച്ചതിന് ശേഷം സുമ്മ യഹീജു, പിന്നീട് അതിന് ഉണക്കം ബാധിക്കുകയാണ്. സുമ്മ യകൂനു ഹുതാമ, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് അതിന് മഞ്ഞ നിറം ഉണ്ടാകുകയും പിന്നീട് അത് തുരുമ്പായി ഇല്ലാതെയായി മാറുകയാണ് യഥാർത്ഥത്തിൽ ആ ചെടിക്ക് സംഭവിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യരായ നാം ഓരോരുത്തരും നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ഈ ജീവിതത്തെ അള്ളാഹു തുല്യപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഗാഫിറിലെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹുവല്ലദി, മനുഷ്യ ജീവിതം എങ്ങനെയാണ്, ഹുവല്ലദി ഖലഖകും മിൻ തുറാബിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ഭ്രൂണത്തിൽ നിന്ന്, സുമ്മ മിൻ അലഖത്തിൻ സുമ്മ യുഖ്രിജുകും തിഫ്ല, എന്നിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിലെത്തി നമ്മെ വളർത്തി നമ്മെ ഒരു കുഞ്ഞായി ഈ ദുനിയാവിലേക്ക് അള്ളാഹു അയക്കുകയാണ്. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, എന്നിട്ട് നിങ്ങൾക്ക് ശക്തി പ്രാപിക്കുകയാണ്. യുവത്വത്തിലാകുമ്പോൾ നല്ല ശക്തി ആർജിക്കുന്നു. പിന്നെ സുമ്മ ലിതകൂനു ശുയൂഖ, പിന്നീട് നിങ്ങൾ പ്രായം ചെന്ന ആളുകൾ അല്ലേ, മുടിയും താടിയും നമ്മുടെ ശരീരത്തിൻ്റെ രോമങ്ങളൊക്കെ നരച്ച് ശരീരഭാഗങ്ങളൊക്കെ ചുളിഞ്ഞ് നാം പ്രായത്തിലേക്ക്, നാം വയസ്സിലേക്ക് നീങ്ങുകയാണ്. വമിൻകും മൻ യുതവഫാ മിൻ ഖബൽ, അതിനു മുമ്പ് തന്നെ നിങ്ങൾ ചില ആളുകൾ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്ന ആളുകളാണ്. നോക്കൂ, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ പറഞ്ഞ അതുപോലെ ചെടികൾ വളരുമ്പോൾ ആളുകൾക്ക്, കർഷകർക്കുണ്ടാകുന്ന സന്തോഷത്തെ, നാം ജനിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് സന്തോഷമാണ്. നാം യുവാവാകുന്നു, ആ ചെടി പച്ച പിടിക്കുന്നു, പിന്നീട് ആ ചെടി ഉണങ്ങുന്നു, നമുക്ക് നിരബാധിക്കുന്നു, പിന്നീട് അത് ഇല്ലാതെയാകുന്നു. നാം ഈ ലോകത്തോട് വിട പറയുകയാണ്. യഥാർത്ഥത്തിൽ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ തുടർന്ന് പറയുന്നുണ്ട്, وفي الآخرة عذاب شديد وفي الآخرة عذاب شديد ومغفرة من الله ورضوان ومغفرة من الله ورضوان. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത്, ഇവിടെ ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും അതേപോലെ തന്നെ പാപമോചനവും അല്ലാഹു നൽകുന്നുണ്ട്, അല്ലാഹുവിൻ്റെ പ്രീതിയും. നേരെ മറിച്ച് ഈ ലോകത്ത് തിന്മകൾ ചെയ്ത് ദുർവൃത്തരായി നടക്കുകയാണ് എങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയാണ് അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ചുരുക്കി പറഞ്ഞാൽ ഈ ഇഹലോക ജീവിതം എന്നുള്ളത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. നാം പലപ്പോഴും ഈ ദുനിയാവിൻ്റെ പിന്നാലെ സമ്പത്തിനു വേണ്ടി, നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ നിലക്ക് പലതിനും നാം പ്രയത്നിക്കുന്നു. നമുക്ക് നമ്മുടെ തൊണ്ടക്കുടിയിൽ നമ്മുടെ ജീവൻ നമ്മിൽ നിന്ന് യാത്ര പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നാം എല്ലാം നഷ്ടക്കാരായി, ദുനിയാവിൻ്റെ പിന്നിൽ മാത്രം പോയ ആളുകൾ നഷ്ടക്കാരായി, ഒന്നുമില്ലാത്തവരായി, വഞ്ചിതരായി പോകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്പം ദുനിയാവിൻ്റെ തിരക്കിൽ നിന്ന് നാം മാറി ഇന്നൊരു ദിവസം നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവിടെ പറയുന്ന നമ്മുടെ ജീവിതവുമായി തട്ടുന്ന ഒരുപാട് സെഷനുകളും വിഷയങ്ങളുമാണ് ഇവിടെ നമുക്ക് സംസാരിക്കാനും കേൾക്കാനുമുള്ളത്. അതുകൊണ്ട് സാഗൂതം ശ്രദ്ധിച്ച് ഈ വിജ്ഞാന സദസ്സിലെ ഓരോ വിജ്ഞാനങ്ങളും നുകരാൻ നാം പ്രയത്നിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.